എല്ലാ പ്രിയപ്പെട്ടവർക്കും ആരാധനാമൃത ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം അതിന് 25-ാം വാക്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം വായിക്കുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. നാം ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തെ ഓർത്തുകൊണ്ടാണ്. നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതുപോലെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. മറക്കാതെ ഓർത്ത് നാം ദൈവത്തെ ആരാധിക്കണം, സ്തുതിക്കണം. ദൈവം നമ്മളിൽ നിന്നും അത് ആഗ്രഹിക്കുന്നുമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ കാരണം അവൻ നമ്മെ ഓർത്തു എന്നതാണ്. നമ്മെ ഓർത്തപ്പോൾ ചില കാര്യങ്ങൾ കർത്താവ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു. സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒരു വീണ്ടെടുപ്പ് നൽകി തന്നു. സ്വന്തം പുത്രനെ നൽകി തന്ന് നമ്മെ ദൈവം ഓർത്തു. നാം ഇന്ന് ദൈവത്തെ ഓർത്ത് ആരാധിക്കുമ്പോൾ ആ ഓർമ്മ നമ്മെ ആരാധനയിലേക്ക് നയിക്കുകയാണ്. ഇനി ദൈവത്തെ ഓർത്ത് ആരാധിക്കുന്നതിന് മറ്റൊരു കാരണമെന്ന് പറയുന്നത് ദൈവം നമ്മുടെ പാപങ്ങളെ ഇന്ന് ഓർക്കുന്നില്ല എന്നതാണ്. ദൈവത്തിന് പാപത്തെ കണ്ണടച്ചു കളയുവാൻ കഴിയുകയില്ല. ദൈവം നീതിമാനായ ദൈവമാണ്. പാപത്തെ ശിക്ഷിക്കാതെ വിടുകയുമില്ല. എന്നാൽ തിരുവചനത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, കർത്താവ് നമ്മുടെ പാപങ്ങളെ ഇനി ഓർക്കുകയില്ല. ദൈവം നമ്മുടെ പാപങ്ങളെ ഓർക്കാത്തത് കൊണ്ട് നാം ദൈവത്തെ ഇന്ന് ആരാധിക്കുകയാണ്. എന്നാൽ പ്രിയരെ, നമ്മുടെ പാപങ്ങളെ ദൈവം ഇന്ന് ഓർക്കാത്തതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവറിയിലെ ക്രൂശിൽ ഏൽപ്പിച്ചു നൽകിയതാണ്. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നലറിക്കരഞ്ഞുകൊണ്ട് കാൽവറിയിലെ ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പകരമായി ക്രൂശിൽ പീഡ വേദനകൾ സഹിച്ചു. എന്നാൽ ആ നിലവിളിയെ പിതാവായ ദൈവം ഓർത്തില്ല, നോക്കിയില്ല. അതിൻ്റെ കാരണം നമ്മോടുള്ള സ്നേഹമായിരുന്നു. ദൈവം നമ്മെ മഹാസ്നേഹത്താൽ, നിത്യസ്നേഹത്താൽ സ്നേഹിച്ചിരിക്കുകയാണ്. ആ സ്നേഹനിമിത്തം പുത്രനെ നൽകി തന്ന് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി. യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുന്നത് കൊണ്ട് പ്രിയരെ, നമ്മുടെ പാപങ്ങളെ ദൈവം ഓർക്കുന്നില്ല. 103-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ നമ്മുടെ ലംഘനങ്ങളെ ദൈവം നമ്മിൽ നിന്നും അകറ്റിയിരിക്കുന്നു. അതിൻ്റെ കാരണം കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്നു എന്നതാണ്. ഈ വലിയ രക്ഷയെ ഓർത്തുകൊണ്ട്, നമ്മുടെ പാപത്തെ നീക്കിക്കളഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പിതാവാം ദൈവത്തെ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.